രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമായതിൽ കേന്ദ്ര സർക്കാരിന് പങ്കൊന്നുമില്ലെന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിക്കുമ്പോഴും കമ്മീഷനിങ്ങിന്റെ വേദിയിലും സദസ്സിലും ബി.ജെ.പിക്ക് വലിയ പ്രാതിനിധ്യം പ്രധാനമന്ത്രിയെ കൂടാതെ 2 കേന്ദ്രമന്ത്രിമാരും ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും വേദിയിലുണ്ടായിരുന്നു. സദസ്സിന്റെ മുൻനിരയിൽ സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കൾ മിക്കവരുമുണ്ടായിരുന്നു. ബി.ജെ.പി നേതാക്കളായ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി.കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ, എ.പി അബ്ദുള്ള കുട്ടി, വി രാജേഷ്, എസ് സുരേഷ്, ഷോൺ ജോർജ്, കരമന ജയൻ എന്നിവരെല്ലാം സദസ്സിൽ വിവിഐപികൾക്കായി നീക്കിവെച്ച കസേരകളിൽ ഇടം നേടി. CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, വേദിയിലില്ലാതിരുന്ന മന്ത്രിമാർ, മുൻ തുറമുഖ മന്ത്രിമാരായ എം. വിജയകുമാർ, അഹമ്മദ് ദേവർകോവിൽ എന്നിവർക്കും ജില്ലയിൽ നിന്നുള്ള CPM MLA-മാർക്കും ഇതേ വിഭാഗത്തിൽ ഇരിപ്പിടം ലഭിച്ചു. KJ തോമസ് ഉൾപ്പെടെ ഏതാനും CPM നേതാക്കളെ ബി.ജെ.പി നേതാക്കൾക്ക് പിന്നിലായാണ് ആദ്യം ഇരുത്തിയത്. ബി.ജെ.പി നേതാക്കളെല്ലാം കൂട്ടത്തോടെ മുൻനിരകളിൽ എത്തിയതോടെ പിന്നീട് ഈ CPM നേതാക്കളെയും മുന്നിലേക്ക് മാറ്റിയിരുത്തി. സദസ്സിലും കൂടുതലും ബി.ജെ.പി പ്രവർത്തകരായിരുന്നു. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ 300ഓളം ബി.ജെ.പി പ്രവർത്തകരെ എത്തിക്കണമെന്ന നിർദ്ദേശം ബി.ജെ.പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേക വാഹനങ്ങളിലാണ് ഇവരെ എത്തിച്ചത്. VIP, VVIP വിഭാഗത്തിൽ ഇരിപ്പിടം വേണ്ടവർക്ക് മാത്രമാണ് പാസ് നിർബന്ധമായിരുന്നത്. പൊതുജനങ്ങൾക്ക് പാസ് നിർബന്ധമായിരുന്നില്ല. പാസ് ഉള്ളവരും ഇല്ലാത്തവരുമായി ബി.ജെ.പി പ്രവർത്തകരുടെ വൻ പങ്കാളിത്തമായിരുന്നു സദസ്സിലുണ്ടായിരുന്നത്. CPM പ്രവർത്തകരും കുറവായിരുന്നില്ല. ഇരുകൂട്ടരും ചേരി തിരിഞ്ഞ മുദ്രാവാക്യം മുഴക്കിയ ഒട്ടേറെ സന്ദർഭങ്ങളും ഉണ്ടായി. താങ്ക് യു മോദിജി എന്ന കാർഡ് ഉയർത്തി ബി.ജെ.പിയുടെ കൗൺസിലർമാരാണ് തുടക്കമിട്ടത്. ഇവർക്ക് മാധ്യമ ശ്രദ്ധ ലഭിച്ചതോടെ CPM പ്രവർത്തകരും എഴുന്നേറ്റു. ആദ്യമൊന്നും ഇടപെടാതിരുന്ന പോലീസ് പിന്നീട് എത്തിയെങ്കിലും പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കുമ്പോൾ ബി.ജെ.പി പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുമ്പോൾ CPM പ്രവർത്തകരും മത്സരിച്ച് മുദ്രാവാക്യം വിളിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്തെ പരസ്യ കോലാഹലങ്ങൾക്ക് സമാനമായ പ്രചാരണമാണ് വിഴിഞ്ഞം തുറമുഖ സമർപ്പണത്തോടനുബന്ധിച്ച് നഗരത്തിലും വിഴിഞ്ഞം മേഖലയിലും കണ്ടത്. CPM-ഉം ബി.ജെ.പിയും കോൺഗ്രസ് നേതാക്കളും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഹോർഡിങ്ങുകളും പോസ്റ്ററുകളും മത്സരിച്ചിറക്കി പാതകളും ജംഗ്ഷനുകളും തോറും സ്ഥാപിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച രാജ്ഭവന് സമീപത്തെ വെള്ളയമ്പലം ജംഗ്ഷൻ നേരത്തെ തന്നെ ബി.ജെ.പി പ്രവർത്തകർ മോദിയുടെ ചിത്രങ്ങളും പാർട്ടി കൊടികളും ഉയർത്തി അലങ്കരിച്ചിരുന്നു. വിമാനത്താവളത്തിനും പാങ്ങോട് സൈനിക കേന്ദ്രത്തിന് സമീപവും മോദിയെ വരവേറ്റുള്ള വലിയ ബോർഡുകൾ ഉയർന്നു. ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് പുറപ്പെട്ടതെങ്കിലും കോവളത്തേക്കുള്ള ബൈപ്പാസ് റോഡിലെ ഡിവൈഡറിൽ ഇടവിട്ട് നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ബോർഡുകളും ഹോർഡിങ്ങുകളും നിറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി മോദി എന്ന ആലേഖനം ചെയ്ത ഹോർഡിംഗാണ് ബി.ജെ.പി പരക്കെ സ്ഥാപിച്ചത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ നിശ്ചയദാർഢ്യത്തോടെ ഇടപെട്ട മുഖ്യമന്ത്രിക്കും സർക്കാരിനും അഭിവാദ്യങ്ങൾ എന്നെഴുതിയ മുഖ്യമന്ത്രിയുടെ വലിയ ചിത്രം പതിച്ചുള്ളതായിരുന്നു CPM-ന്റെ ഹോർഡിങ്ങുകൾ. കേരളം അങ്ങയെ മറക്കില്ല, നന്ദി ഉമ്മൻചാണ്ടി സാർ എന്ന വാക്കുകളോടെയാണ് ഉമ്മൻചാണ്ടിയുടെ വലിയ ചിത്രമുള്ള ഹോർഡിങ്ങുകൾ കോൺഗ്രസും INTUC-യും സ്ഥാപിച്ചത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് നിൽക്കുന്ന ചിത്രമുള്ള ബോർഡുകളാണ് വിഴിഞ്ഞം തുറമുഖം സംഘാടക സമിതി സ്ഥാപിച്ചത്. വിഴിഞ്ഞത്തും പരിസര പ്രദേശങ്ങളിലും ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് ചടങ്ങുകൾ നടത്തും. ബി.ജെ.പി പ്രവർത്തകർ മധുര വിതരണം നടത്തി. അതോടൊപ്പം പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് രാത്രി യാത്ര ചെയ്ത വഴിയിൽ കത്താതെ തെരുവുവിളക്കുകളുണ്ടായിരുന്നു. ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് ആരോപിച്ച് ബി.ജെ.പി കൗൺസിലർമാരും പ്രവർത്തകരും വെള്ളയമ്പലത്തെ KSEB ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച രാത്രി പ്രധാനമന്ത്രിക്ക് യാത്രാമധ്യേ വലിയ സ്വീകരണമായിരുന്നു പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിരുന്നത്. എന്നാൽ ശംഖുമുഖം, വെള്ളയമ്പലം, കവടിയാർ, കിഴക്കേക്കോട്ട, പാളയം റോഡുകളിൽ തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതിനാൽ പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ആഴ്ചകളായി ഈ റോഡിൽ തെരുവുവിളക്കുകൾ പ്രവർത്തിക്കുന്നില്ല. വിളക്കുകൾ നന്നാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം റോഡ് ഫണ്ട് ബോർഡിനാണെന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നതും പഴയ ലൈറ്റുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കാനാണ് ഇപ്പോൾ റോഡ് ഫണ്ട് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് തലേന്ന് റോഡിൽ നടത്തിയ പരിശോധനയിൽ തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. LED ബൾബുകൾ സ്ഥാപിച്ച് പോലീസ് പ്രകാശം പരത്താൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി വിജയിച്ചില്ല. എന്നാൽ ഒരിടത്തും ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായപ്പോഴും വിഴിഞ്ഞം തുറമുഖ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രണാമം അർപ്പിച്ച് M. വിൻസെന്റ് MLA. ഇന്നലെ രാവിലെ 5:30-നാണ് വിൻസെന്റ് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്. വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുന്ന കോവളം നിയോജക മണ്ഡലത്തിലെ MLA ആണ് വിൻസെന്റ്. ഉമ്മൻചാണ്ടിയെ അവഗണിക്കുന്നതിനെതിരെ പ്രതിഷേധമായാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം പുതുപ്പള്ളിയിലെത്തിയത്. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് വിൻസെന്റ് പ്രതികരിച്ചു.
ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതെന്നാണ് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞത്. ഒരു കല്ല് മാത്രം ഇട്ടുവെന്ന CPM-ന്റെ പ്രചാരണം പച്ചക്കള്ളമാണെന്നും ജനങ്ങൾക്ക് ഇക്കാര്യം അറിയാമെന്നുമായിരുന്നു ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചിരുന്നത്.